നിപ്പയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി വീണ ജോർജ്. ഇന്ന് പരിശോധിച്ച 7 സാമ്പിളുകളും നെഗറ്റീവ്. 68 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 330 പേർ സമ്പർക്ക പട്ടികയിൽ. ഇതിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. മന്ത്രിയുടെ വാക്കുകളിലേക്ക്. മാത്രമല്ല, ഏതാണ്ട് ഈ പ്രദേശത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ആയതുകൊണ്ടും സാമ്പിൾ എടുത്ത് പരിശോധിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ആ പരിശോധനാ ഫലവും നെഗറ്റീവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രവർത്തനം ആരോഗ്യവകുപ്പ് തുടരുന്നു. അതായത് കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആളുകളെ സാമ്പിൾ എടുത്ത് പരിശോധിക്കുകയും രോഗബാധയില്ല എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യുന്ന പ്രവർത്തനം തുടരുകയാണ്. സമ്പർക്ക പട്ടികയിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് ഒരിക്കൽ കൂടി പരിശോധിക്കുന്നു. ഇന്നലെ പ്രസിദ്ധീകരിച്ച റൂട്ട് മാപ്പിൽ ഇപ്പോൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് കുറച്ചുകൂടി മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ നാളെ +2 അലോട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് അവസരം നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് 3 സ്കൂളുകളാണ് ഈ 2 പഞ്ചായത്തുകളിലുമായി +1 അലോട്ട്മെൻറ്റ് നടക്കുന്നതായിട്ട് ഉള്ളത്. ഞാൻ ബഹുമാന്യനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് സംസാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 3 സ്കൂളുകളിലും നാളെ അലോട്ട്മെൻറ്റ് നടക്കേണ്ടതായിട്ടുണ്ട്. അവിടെ സാമൂഹ്യ അകലം പാലിച്ചും അതുപോലെ N95 മാസ്ക് ധരിച്ചും കൃത്യമായി പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് അലോട്ട്മെൻറ്റ് നടക്കും. ഒരു തരത്തിലുള്ള തിക്കും തിരക്കും. അത് മലപ്പുറം ജില്ലയിൽ പൊതുവെ നാളെ +1 അലോട്ട്മെൻറ്റ് നടക്കുന്ന എല്ലാ സ്കൂളുകളിലും ആൾക്കൂട്ടം ഒഴിവാക്കി പരമാവധി സാമൂഹ്യ അകലം പാലിച്ച് നേരത്തെ തന്നെ ഈ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ലെറ്ററൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. സ്വാലിഹ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ. സ്വാലിഹ്, മന്ത്രിയുടെ വാക്കുകളാണ് കേട്ടത്. ഏതായാലും ഇന്ന് പരിശോധിച്ച 7 സാമ്പിളുകളും നെഗറ്റീവാണ്. അതോടൊപ്പം തന്നെ 68 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 330 പേർ സമ്പർക്ക പട്ടികയിലുണ്ട്. ഇതിലാർക്കും രോഗലക്ഷണങ്ങളില്ലെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? വലിയ ഒരു ആശങ്കയുടെ സാഹചര്യം ഒഴിയുകയാണ്. ഈ കുട്ടിയുമായി വളരെ അടുത്ത് ഇടപഴകിയ 6 പേരുടെയും നേരിട്ട് സമ്പർക്കമില്ലാത്ത എന്നാൽ രോഗലക്ഷണങ്ങളുള്ള ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാം പരിശോധനാ ഫലം ലഭിച്ചിരിക്കുന്നു. എല്ലാം തന്നെ നെഗറ്റീവാണെന്നാണ് മന്ത്രി അറിയിച്ചത്. ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മറ്റ് 6 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലുമാണുള്ളത്. ഇവരുടെ മുഴുവൻ പരിശോധനാ ഫലം നെഗറ്റീവാണ്. പക്ഷേ ഐസൊലേഷനിൽ തന്നെ തുടരും. ഒരു ഇൻക്യുബേഷൻ പീരിയഡ് കണക്കിലെടുത്ത് വീണ്ടും പരിശോധന നടത്തേണ്ടി വരുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 300-ന് മുകളിലേക്ക് സമ്പർക്ക പട്ടിക പോയിരിക്കുന്നു. ഇവരെയെല്ലാം ക്വാറന്റൈനിൽ തന്നെ തുടരും. അതോടൊപ്പം ഈ മേഖലയിലെ ആനക്കയം, പാണ്ടിക്കാട് പഞ്ചായത്തുകളിലെ നിയന്ത്രണം കർശനമായി തന്നെ തുടരും. നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരുന്നു. പക്ഷേ ഈ +1 അലോട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അത് കർശന നിയന്ത്രണങ്ങളോടെ നടത്തും. സാമൂഹ്യ അകലം പാലിക്കണം. അതോടൊപ്പം N95 മാസ്ക് ഉപയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് പോലീസിൻ്റെ സഹായത്തിൽ തന്നെ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. ഇത്തരത്തിൽ കർശന നിയന്ത്രണങ്ങളോടെ ആയിരിക്കും +1 അലോട്ട്മെൻറ്റ് നടക്കുക. ഈ മരിച്ച കുട്ടിയുടെ ഭൗതിക ശരീരം മലപ്പുറത്തേക്ക് കൊണ്ടുവരും. ഇന്ന് പൂർണ്ണമായും പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ പാണ്ടിക്കാട് കബറടക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയോടെ തന്നെ കബറടക്കം പൂർത്തിയാക്കും. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ കുട്ടിയുടെ കുടുംബാംഗങ്ങളുടെ പരിശോധനാ ഫലവും നെഗറ്റീവാണ്. ഈ രോഗത്തിൻ്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമവും തുടരുകയാണ്. തൊട്ടടുത്തുള്ള ഒരു കാട്ടിൽ, പന്തല്ലൂരിലുള്ള ഒരു കാട്ടിൽ കുട്ടി സുഹൃത്തുക്കളോടൊപ്പം പോയിരുന്നു. അവിടെ നിന്ന് ഒരു മരത്തിൽ നിന്ന് അമ്പഴങ്ങ പറിച്ച് കഴിച്ചിട്ടുണ്ട് എന്ന് സുഹൃത്തുക്കളിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവിടെ വവ്വാലിൻ്റെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്നാണോ ഈ രോഗം ബാധിച്ചത് എന്ന് സംബന്ധിച്ച ഒരു പരിശോധനാ റിപ്പോർട്ട് നാളെയാണ് ലഭിക്കുക. അതിനുശേഷം ഇക്കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരും. അതേസമയം വലിയൊരു ആശങ്കയുടെ സാഹചര്യം ഒഴിവാവുകയാണ്. ഈ കൂടുതൽ പേർ ഈ പ്രദേശത്ത് പനിയുമായി ബന്ധപ്പെട്ട സർവേ നടന്നു വരുന്നു. 2 പഞ്ചായത്തുകളിലും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വീടുകളിൽ കയറി പരിശോധന നടത്തുന്നുണ്ട്. ആനക്കയം, പാണ്ടിക്കാട് പഞ്ചായത്തുകളിലെ മുഴുവൻ വീടുകളിലും ഈ സർവേ 2 ദിവസത്തിനകം തന്നെ പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്.
യെസ് സ്വാലിക്, നിപ്പയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കുന്നത്. ഇന്ന് പരിശോധിച്ച 7 സാമ്പിളുകളും നെഗറ്റീവാണ്. 68 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 330 പേർ സമ്പർക്ക പട്ടികയിൽ ഉണ്ടെങ്കിലും ഇതിലാർക്കും രോഗലക്ഷണങ്ങളില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. വിവരങ്ങളാണ് സ്വാലിക് മലപ്പുറത്തു നിന്നും നൽകിയത്.